CPIM പയ്യന്നൂർ ഏരിയ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ജയിലിൽ കഴിയുന്ന TCV നന്ദകുമാറിന്റെ ഭാര്യ വിഭാഗീയതയിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയാണ് ശരണ്യ നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പയ്യന്നൂരിലെ തോൽവിക്കുള്ള കാരണം നേതൃത്വം തന്നെ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണെന്ന് ഉറപ്പാണ്. എന്ത് വിശ്വസിച്ചാണ് ഇനി ജീവിക്കേണ്ടത്? എല്ലാം പാർട്ടി നോക്കുമെന്നാണ് വിചാരിച്ചത് എങ്കിലും ഇപ്പോൾ പേടിയാണ് എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അഭിഭാഷകനോട് ജാമ്യം പതിയെ മതിയെന്ന് ഏരിയ നേതാക്കൾ നിർദ്ദേശിച്ചുവെന്ന് പാർട്ടി ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ശരണ്യ നന്ദകുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. ശരത് SS വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഉണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നുള്ള മുദ്രാവാക്യവുമായി ഇറങ്ങി പാർട്ടി കോട്ടയായിട്ടുള്ള പയ്യന്നൂരിൽ വലിയ വിജയം പിടിച്ചടക്കി കുഞ്ഞികൃഷ്ണൻ. പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളുണ്ട്. വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പല ആളുകളും പുറമേ തന്നെ പ്രതിഷേധവും പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഷിയാസ്, അതായത് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ നേരത്തെ കേസിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപകമായ ആക്രമണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയാണ് ഈ പറയുന്നത് പോലെ TCV നന്ദകുമാർ. TCV നന്ദകുമാറിന്റെ ഭാര്യയാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നത്. അതായത് നേരത്തെ തന്നെ TCV നന്ദകുമാർ അടക്കം കേസിലെ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. 20 വർഷം തടവാണ് ശിക്ഷ വിധിച്ചത്. ഇവർക്ക് ജാമ്യത്തിൽ കാര്യമായ ഇടപെടൽ പാർട്ടി നടത്തിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം പാർട്ടി ഗ്രൂപ്പുകളൊക്കെ തന്നെ സജീവ ചർച്ചകളിലുണ്ട്. അങ്ങനെ അത്തരം ചർച്ചകൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ TCV നന്ദകുമാറിന്റെ ഭാര്യ ശരണ്യ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വിഭാഗീയതയിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി തന്നെയാണ് ശരണ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണം പറയാൻ. പയ്യന്നൂരിലെ തോൽവി നേതൃത്വം തന്നെ പിന്നിൽ നിന്ന് കുത്തിയതാണെന്ന് ഉറപ്പാക്കുന്നു. എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇനി ജീവിക്കേണ്ടത്? എല്ലാം പാർട്ടി നോക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ പേടിയാണ്. ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തുമെന്ന് ട്രോൾ വീഡിയോ വരുന്നു. അങ്ങനെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഉൾപ്പെടെയുള്ള വിമർശനം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ സാധിക്കും. ഒപ്പം ഈ TCV നന്ദകുമാറിന്റെ ജാമ്യത്തിൽ ഇറക്കാൻ പാർട്ടി കാര്യമായി ഇടപെട്ടില്ല എന്നടക്കമുള്ള വിമർശനം ഈ ശരണ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഈ പറയുന്നത് പോലെ പാർട്ടി ഗ്രൂപ്പുകളിലും സഖാക്കൾക്കിടയിലും ഇത്തരം ചർച്ച നിലനിൽക്കെയാണ് ഇപ്പോൾ TCV നന്ദകുമാറിന്റെ ഭാര്യ തന്നെ രംഗത്ത് വരുന്നത്. കോടതി ശിക്ഷ ഉൾപ്പെടെ വിധിച്ച കേസ് കൂടിയാണ്. ആ രീതിയിൽ പാർട്ടി വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. ഏരിയ നേതാക്കളടക്കം ജാമ്യം പതുക്കെ മതി എന്ന രീതിയിൽ അഭിഭാഷകരോട് സംസാരിച്ചു എന്നടക്കമുള്ള ചർച്ച സജീവമായി നിലനിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരിൽ പാർട്ടി രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇത്തരം ഒരു കേസിൽ പ്രതിയുടെ ഭാര്യ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.